ഭാരതീയർക്ക് അഭിമാനിക്കാൻ മറ്റൊരു ചരിത്ര മുഹൂർത്തം കൂടി വന്നെത്തിയിരിക്കുകയാണ്. ശത്രു രാജ്യങ്ങൾ അമ്പരപ്പോടെ നോക്കി നിൽക്കുന്ന ഒരു മഹാശക്തിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് പ്രൊജക്ട് വിഷ്ണു. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മിസൈൽ ഇന്ത്യയുടെ മണ്ണിൽ പിറവിയെടുക്കാൻ പോകുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഓരോ ഭാരതീയനും അഭിമാനിക്കാം. എന്താണ് ഈ പ്രൊജക്ട് വിഷ്ണു എന്നും ഇത് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ പോകുന്നതെന്നും നമുക്ക് നോക്കാം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ സമാനതകളില്ലാത്തതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിലൂടെ നമ്മൾ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തു നിന്നും ആയുധങ്ങൾ ലോകത്തിന് നൽകുന്ന രാജ്യമായി മാറിക്കഴിഞ്ഞു. ശത്രുക്കളുടെ ഏത് നീക്കത്തെയും തകർക്കാൻ ശേഷിയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഇന്ത്യ സ്വന്തമാക്കണമെന്ന് നരേന്ദ്രമോദിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആ ദീർഘവീക്ഷണത്തിന്റെ ഫലമായാണ് DRDO ഇപ്പോൾ പ്രൊജക്ട് വിഷ്ണു എന്ന അത്ഭുതത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇത് വെറുമൊരു മിസൈൽ അല്ല, മറിച്ച് ഭാരതത്തിന്റെ സുരക്ഷാ കവചമാണ്. നമ്മൾ പലപ്പോഴും മിസൈലുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, എന്നാൽ ഹൈപ്പർസോണിക് എന്ന് കേൾക്കുമ്പോൾ പലർക്കും അതിന്റെ ഗൗരവം മനസ്സിലായെന്ന് വരില്ല. വളരെ ലളിതമായി പറഞ്ഞാൽ ശബ്ദത്തെക്കാൾ 8 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകളാണിവ. അതായത് മണിക്കൂറിൽ 10,000 കിലോമീറ്റർ വേഗത. ചിന്തിക്കാൻ പോലും കഴിയാത്ത വേഗതയാണിത്. ദില്ലിയിൽ നിന്ന് പുറപ്പെട്ടാൽ മിനിറ്റുകൾക്കുള്ളിൽ അതിർത്തി കടന്ന് ശത്രുവിന്റെ താവളം തകർക്കാൻ ഇതിന് സാധിക്കും. ലോകത്തെ ഈ സാങ്കേതിക വിദ്യ കൈവശമുള്ള വിരലിലുണ്ടാവുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും തലയുയർത്തി നിൽക്കാൻ പോവുകയാണ്. ഈ മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനെ തടയാൻ ആർക്കും കഴിയില്ല എന്നതാണ്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ പ്രതിരോധ സംവിധാനങ്ങളായി അറിയപ്പെടുന്ന അമേരിക്കയുടെ ദാഡും റഷ്യയുടെ S-400 പോലും ഈ ഹൈപ്പർസോണിക് മിസൈലിന് മുന്നിൽ നിഷ്പ്രഭമാകും. അത്രയും വേഗതയിൽ വരുന്ന ഒരു വസ്തുവിനെ തിരിച്ചറിയാനോ തടയാനോ ഒരു റഡാറിനും സാധിക്കില്ല. ഇന്ത്യയുടെ വിശ്വസ്തനായ ബ്രഹ്മോസ് മിസൈലിനേക്കാൾ മാരകമാണ് ഈ പ്രൊജക്ട് വിഷ്ണു എന്ന് ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സമുദ്രനിരപ്പിലൂടെയും അന്തരീക്ഷത്തിന്റെ ഉയർന്ന പാളികളിലൂടെയും ഒരുപോലെ സഞ്ചരിക്കാൻ ഇതിന് കഴിയും. ഈ മിസൈലിന്റെ നിർമ്മാണം അതീവ സങ്കീർണമാണ്. അതിശക്തമായ വായു സമ്മർദ്ദത്തെയും ഉയർന്ന താപനിലയെയും പ്രതിരോധിക്കാൻ കഴിയുന്ന പ്രത്യേക പദാർത്ഥങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. മിസൈലിന്റെ ഓരോ ഭാഗവും കൃത്യമായി കൂട്ടിച്ചേർക്കുന്നതിനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഇതിനകം തന്നെ സജ്ജമായി കഴിഞ്ഞു. സാധാരണ ബോംബുകൾ മാത്രമല്ല, ആവശ്യമായി വന്നാൽ ആണവായുധങ്ങൾ വരെ വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. 1.5 ടൺ വരെ ഭാരം വഹിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്തേക്ക് കുതിച്ചു ചെല്ലാൻ ഈ വിഷ്ണു അസ്ത്രത്തിന് സാധിക്കും. 2030 ഈ മിസൈൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ ഒരിക്കലും മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മുടെ അതിർത്തിയിലേക്ക് കണ്ണുവെക്കുന്നവർക്കുള്ള ശക്തമായ താക്കീതാണ് ഇത്തരം പദ്ധതി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഭാരതം ഇന്ന് സുരക്ഷിതമായ കൈകളിലാണ്. നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും ഭരണ നേതൃത്വത്തിന്റെയും ഇച്ഛാശക്തിക്ക് മുന്നിൽ ലോകം തന്നെ ഇന്ന് നമിക്കുകയാണ്. പ്രൊജക്ട് വിഷ്ണു പൂർത്തിയാകുന്നതോടെ ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് പകരം വെക്കാനില്ലാത്ത കരുത്ത് ലഭിക്കും. വരും തലമുറകൾക്ക് സമാധാനത്തോടെയും അഭിമാനത്തോടെയും ജീവിക്കാൻ ഈ നേട്ടം വലിയൊരു മുതൽക്കൂട്ടാവും. സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെടാൻ പോകുന്ന ഒന്നാണ് പ്രൊജക്ട് വിഷ്ണു. ഭാരതീയ സങ്കല്പം അനുസരിച്ച് ലോകത്തെ കാത്തുരക്ഷിക്കുന്ന വിഷ്ണു ഭഗവാന്റെ പേര് ഈ പദ്ധതിക്ക് നൽകിയിരിക്കുന്നത് തന്നെ വലിയൊരു അർത്ഥതലത്തിലാണ്. വിഷ്ണുവിന്റെ സുദർശന ചക്ര പോലെ ഒരിക്കൽ തൊടുത്തുവിട്ടാൽ ലക്ഷ്യം കാണാതെ തിരിച്ചു വരാത്ത ലോകത്തിലെ ഒരു ശക്തിക്കും തടയാനാവാത്ത അജയമായ ഒരു അസ്ത്രമായി ഈ മിസൈലിനെ മാറ്റുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ ഭാരതം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സ്വയം പര്യാപ്തതയുടെയും കരുത്തിന്റെയും പ്രതീകം കൂടിയാണിത്. പ്രൊജക്ട് വിഷ്ണു കേവലം ഒരു ആയുധം മാത്രമല്ല, മറിച്ച് ശത്രുക്കൾക്ക് ഭാരതത്തിന് നേരെ വിരൽ ചൂണ്ടാൻ പോലും ഭയമുണ്ടാക്കുന്ന ഒരു താക്കീത് കൂടിയാണ്. 2000 കിലോയിലധികം ഭാരമുള്ള സ്ഫോടക വസ്തുക്കളും ആണവായുധങ്ങളും ഒരുപോലെ വഹിക്കാൻ ഇതിന് സാധിക്കും. 1.5 ലക്ഷം കിലോമീറ്ററിലധികം ദൂരേക്ക് കൃത്യതയോടെ തൊടുക്കാവുന്ന ഈ മിസൈൽ ഇന്ത്യയുടെ സുരക്ഷയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തും. ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിലൂടെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ നമ്മുടെ സ്വന്തം ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുക്കുന്ന ഈ അത്ഭുത മിസൈൽ വരും കാലഘട്ടത്തിൽ ഭാരതത്തെ ലോകത്തിന്റെ പ്രതിരോധ നെറുകയിൽ പ്രതിഷ്ഠിക്കുമെന്നതിൽ സംശയമില്ല. ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിശ്ചയദാർഢ്യവും ദീർഘവീക്ഷണവും കലർന്ന നേതൃത്വത്തിന് കീഴിലാണ്. ഭാരതത്തെ ഒരു വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം നടപ്പിലാക്കുന്ന ഓരോ പദ്ധതിയും രാജ്യത്തിന്റെ അടിത്തറ ഭദ്രമാക്കുന്നതാണ്.
പ്രതിരോധ മേഖലയിൽ നാം ഇന്ന് കാണുന്ന അത്ഭുതകരമായ വളർച്ച അദ്ദേഹത്തിന്റെ ആത്മനിർഭർ ഭാരത് എന്ന വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ്. ഒരിക്കൽ പ്രതിരോധ ആയുധങ്ങൾക്കായി ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടിയിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തിന് ആയുധങ്ങൾ നൽകുന്ന ശക്തിയായി മാറിക്കഴിഞ്ഞു. നമ്മുടെ ശാസ്ത്രജ്ഞർക്കും സൈനികർക്കും അദ്ദേഹം നൽകുന്ന കലവറയില്ലാത്ത പിന്തുണയാണ് പ്രൊജക്ട് വിഷ്ണു പോലെയുള്ള ലോകം അമ്പരക്കുന്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കരുത്തു നൽകുന്നത്. ഇന്ത്യയുടെ മണ്ണിൽ ഇന്ത്യയുടെ വിയർപ്പിൽ ഇന്ത്യൻ കൈകളാൽ നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ലോക ശ്രദ്ധ നേടണമെന്ന് പ്രധാനമന്ത്രിക്ക് നിർബന്ധമുണ്ട്. അതിർത്തിയിലെ കാവൽക്കാർക്ക് ആധുനികമായ ആയുധങ്ങളും മികച്ച സൗകര്യങ്ങളും ഉറപ്പാക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സുരക്ഷയിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് തെളിയിച്ചു. ലോകവേദികളിൽ ഇന്ത്യയുടെ ശബ്ദം ഇന്ന് സുവ്യക്തവും കരുത്തുറ്റതുമാണ്. ആഗോള പ്രതിസന്ധികളിൽ ലോകം മുഴുവൻ ഭാരതത്തിന്റെ നിലപാടിനായി കാതോർക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ വ്യക്തിപ്രഭാവവും നയതന്ത്രജ്ഞതയുമുണ്ട്. ഭാരതീയ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ രാജ്യത്തെ ആധുനിക സാങ്കേതിക വിദ്യയുടെ നെറുകയിലെത്തിക്കാൻ അദ്ദേഹം നടത്തുന്ന പരിശ്രമങ്ങൾ വരും തലമുറകൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ഭാരതത്തെ ലോകത്തിന്റെ വിശ്വഗുരുവായി പ്രതിഷ്ഠിക്കാൻ ഇത്രയും പരിശ്രമിക്കുന്ന ഒരു യഥാർത്ഥ പോരാളിയായി അദ്ദേഹം ചരിത്രത്തിൽ അടയാളപ്പെടുത്തുകയാണ്. ഓരോ ഇന്ത്യക്കാരനിലും രാജ്യസ്നേഹത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വിത്തുപാകിയ നേതാവാണ് നരേന്ദ്രമോദി. പണ്ട് വിദേശ സാങ്കേതിക വിദ്യകൾക്ക് പിന്നാലെ നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. എന്നാൽ ഇന്ന് ലോകം വികസിപ്പിച്ചെടുക്കാൻ പാടുപെടുന്ന സാങ്കേതിക വിദ്യകൾ ഭാരതത്തിന്റെ മണ്ണിൽ നമ്മുടെ സ്വന്തം ശാസ്ത്രജ്ഞർ നിർമ്മിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ആ വലിയ സ്വപ്നം മേക്ക് ഇൻ ഇന്ത്യ ഇന്ന് പ്രാവർത്തികമായി കൊണ്ടിരിക്കുകയാണ്. പ്രൊജക്ട് വിഷ്ണു ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമ്മുടെ അയൽ രാജ്യങ്ങൾ ആയുധങ്ങൾ കുന്നുകൂട്ടിയാലും ഇന്ത്യയുടെ ഈ ഹൈപ്പർസോണിക് മിസൈലിന് മുന്നിൽ അവരുടെ എല്ലാ പ്രതിരോധങ്ങളും തകരും. ഇത് യുദ്ധം ചെയ്യാനല്ല, മറിച്ച് ഭാരതത്തെ ആരും ആക്രമിക്കാൻ നിൽക്കരുത് എന്ന ശക്തമായ സന്ദേശം നൽകുകയാണ് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രതിരോധ ബജറ്റിലും ഗവേഷണങ്ങളിലും വരുത്തിയ വലിയ മാറ്റങ്ങൾ ഇന്ന് ഇന്ത്യ ഒരു വൻ ശക്തിയായി മാറ്റിയിരിക്കുകയാണ്. പ്രൊജക്ട് വിഷ്ണു പോലുള്ള നേട്ടങ്ങൾ നമ്മുടെ നാട്ടിലെ യുവ ശാസ്ത്രജ്ഞർക്കും വിദ്യാർത്ഥികൾക്കും വലിയ ആവേശമാണ് നൽകുന്നത്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ പേര് ഉയർന്നു കേൾക്കുമ്പോൾ അത് ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനമാണ്. ബഹിരാകാശ രംഗത്തായാലും പ്രതിരോധ രംഗത്തായാലും ഇന്ത്യ ഇന്ന് ഒന്നാമതാണ്. 2030 ഈ മിസൈൽ സജ്ജമാകുന്നതോടെ ഭാരതം ലോകത്തെ നയിക്കുന്ന രാജ്യങ്ങളിൽ മുൻനിരയിൽ എത്തും. വികസനത്തിന്റെ കാര്യത്തിലായാലും സുരക്ഷയുടെ കാര്യത്തിലായാലും ഭാരതം ഇന്ന് സുരക്ഷിതമായ കൈകളിലാണ്. ഒരു പുതിയ ഇന്ത്യയാണ് നാം ഇന്ന് കാണുന്നത്. കരുത്തുള്ള ആത്മവിശ്വാസമുള്ള ലോകത്തിന് മാതൃകയായ ഒരു ഭാരതം. ഇന്ന് ലോകം ഭാരതത്തെ നോക്കുന്നത് ഭയത്തോടും ബഹുമാനത്തോടും കൂടിയാണ്. അതിന് പ്രധാന കാരണം നമ്മുടെ രാജ്യം പ്രതിരോധ മേഖലയിൽ കൈവരിച്ചു കൊണ്ടിരിക്കുന്ന അവിശ്വസനീയമായ കുതിച്ചുചാട്ടമാണ്. പ്രൊജക്ട് വിഷ്ണു എന്ന ഹൈപ്പർസോണിക് മിസൈൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഭാരതത്തിന്റെ ആകാശ സീമകൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ പോലും ശത്രുക്കൾ ഭയപ്പെടും. ചൈനയും പാകിസ്ഥാനും ഒരുപോലെ ഇന്ന് ഇന്ത്യയുടെ സൈനിക മുന്നേറ്റത്തിൽ അമ്പരന്ന് നിൽക്കുകയാണ്. അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്നവർക്ക് ഇനി ഒളിച്ചിരിക്കാൻ ഇടമുണ്ടാകില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നിലപാടുകളാണ് ഈ മാറ്റങ്ങൾക്ക് പിന്നിലെ ചാലക ശക്തി. ശത്രുവിന്റെ വീട്ടിൽ കയറി അടിക്കാനുള്ള ആർജവം ഭാരതം കാണിച്ചു തുടങ്ങിയത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. സർജിക്കൽ സ്ട്രൈക്കും ബാലാക്കോട്ടും നൽകിയ പാഠങ്ങൾക്ക് പിന്നാലെ പ്രൊജക്ട് വിഷ്ണു പോലെയുള്ള അത്യാധുനിക ആയുധങ്ങൾ സ്വന്തമാക്കുന്നതോടെ ഇന്ത്യ അജേയമായ ഒരു ശക്തിയായി മാറുകയാണ്. എന്നാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.